സ്വപ്നമായിരുന്നു. പൂജ വൃത്തിയായിട്ട് സ്വപ്നം കയറി വന്നോളും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ലൂക്ക, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ലൂക്ക. നിനക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും പറഞ്ഞു. ഇന്നത്തെ ദിവസം നിൻ്റെ എൻ്റെ എന്ത് വിശ്വസിച്ച് സാധിച്ചു. അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? ഇത്ര ഇയറായിട്ട് നിന്റെ ബർത്ത്ഡേക്ക് നീ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം നിന്റെ ചേച്ചി സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും? എങ്കിൽ ഐ വിഷ് ഫോർ യു ച. നിങ്ങളെ വേണം, നിങ്ങളെ എനിക്ക് തരൂ. ലൂക്ക, നീ എന്തൊക്കെയാ വിളിച്ച് പറയാൻ നിനക്കറിയോ? നിന്റെ ബോധം പോയോ? പറയും, ലൂക്ക പറയും. ഇത്ര നാളൊന്നും പറയാതിരുന്ന ഇവിടെ വരെ കാര്യങ്ങളൊക്കെ എത്തിയത്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് ഇച്ഛയായിട്ടല്ല. യു ക്യാൻ സേ നോ ഇച്ഛ. എൻ്റെ എന്ത് വിഷയമാണെങ്കിലും അത് നടത്തി തരുന്ന ചേക്കച്ചൻ തന്നെയല്ലേ പറഞ്ഞു. സോ ദിസ് ഇസ് മൈ വിഷ്. ഐ നീഡ് ദിസ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇച്ഛയായിട്ടല്ല, എൻ്റെ പാർട്ട്ണറായിട്ട്, എൻ്റെ ജീവൻ്റെ പാതിയായിട്ട്. ലൂക്ക, നീ നിന്റെ വായ അടക്കിക്കോ. ഇന്ന് വരെ ഞാൻ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. ഇന്ന് നിന്നെ അടിക്കേണ്ട അവസ്ഥ എനിക്ക് വരരുത്. തല്ലോ കൊല്ലോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ലൂക്കയ്ക്ക് പറയേണ്ടത് ലൂക്ക പറയും. ഇങ്ങനെ മനസ്സ് കൊണ്ട് നടന്ന നീറ് ചാവുന്നതിലും ഭേദം ഒറ്റയടിക്ക് ചാവുന്നതാ. ലൂക്ക, ഞാൻ നിന്റെ ഇച്ഛയാ. ഇതൊക്കെ ഇച്ഛ ചേർന്നാ എന്തൊക്കെ സംഭവിക്കുന്നത് നിനക്കറിയോ? ഒന്ന് നിർത്തോ. എപ്പോ നോക്കിയാലും ഇച്ഛ ഇച്ഛ ഇച്ഛ. എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ എന്റെ ശരിക്കുള്ള ഇച്ഛയല്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇതിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ലൂക്ക, നീ എങ്ങനെയാ അറിഞ്ഞേ? നിന്നോട് ആരാ പറഞ്ഞേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാൻ വഴിയില്ല. ഞാനൊരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ജിവിൻ സാറിനോട് ഞാൻ നിങ്ങളുടെ സ്വന്തം അനിയനല്ലാന്നും ഞാൻ നിങ്ങളുടെ വെറും ഒരു നെയ്ബറിൻ്റെ മകനാണെന്നും എൻ്റെ അപ്പനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയെന്നും ഞാൻ മാത്രം രക്ഷപ്പെട്ടെന്നും നിങ്ങൾ എന്നെ എടുത്ത് നോക്കിയതാണെന്നൊക്കെ ഞാൻ കേട്ടു. പിന്നെ നിങ്ങൾ മുകളിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ആൽബം ഇല്ലേ, അതിൽ ഞാൻ 2 ഫാമിലി കണ്ടു. അതിലൊരു ഫാമിലി ഫോട്ടോയിൽ നിങ്ങളും വലിയച്ഛയുണ്ട്, മറ്റേ ഫാമിലിയിൽ ഞാൻ മാത്രം. അത് മതിയായിരുന്നു എൻ്റെ സംശയങ്ങൾ ഓർപ്പിക്കാൻ. അന്ന് മുതൽ എനിക്കറിയാം നിങ്ങൾ എൻ്റെ സ്വന്തം ഇച്ഛയല്ല. നിങ്ങളെൻ്റെ ഇച്ഛയാന്ന് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല, എനിക്ക് വെറുപ്പാണ്. നിങ്ങളെൻ്റെ ഇച്ഛയല്ല, നിങ്ങളെൻ്റെ സ്വന്തം ഇച്ഛയല്ല എന്നറിഞ്ഞിട്ട് ഞാൻ ചോദിക്കാതിരുന്നത് നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം എപ്പോഴും തോന്നിയ ഒരു ഇഷ്ടം പ്രായത്തിൻ്റെ ആയിരിക്കും. എപ്പോഴും കൂടെ നിന്ന് സ്നേഹിക്കുന്നതുകൊണ്ടും എല്ലാ കാര്യവും നോക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനും അതൊന്നും ആരോടും പറഞ്ഞില്ല. നിങ്ങൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ ശരിക്കും ഇഷ്ടം. എൻ്റെ ഇച്ഛയായിട്ടല്ല, എൻ്റെ പാർട്ട്ണറായിട്ട്. എൻ്റെ ഫീലിങ്സ് എല്ലാം ഉള്ളിലൊതുക്കി നിങ്ങൾ എന്നെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ അഭിനയിക്കാൻ കുറേ നോക്കി. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇച്ച ഓരോ പ്രാവശ്യം ജിമിൻ സാറിനോട് അടുക്കുമ്പോഴും ഓരോ പ്രാവശ്യവും വലിയ ഇച്ചയുടെ കല്യാണക്കാര്യം പറഞ്ഞ് ഇവിടെ വരുമ്പോഴും ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഫീലിങ്സ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും വേറെ ആരെങ്കിലും വേണ്ടി വിട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇനി എനിക്കാവില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടം, എൻ്റെ പാർട്ട്ണറായിട്ട്, എൻ്റെ ജീവൻ്റെ പാതിയായിട്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ വലിയച്ചയുടെ അടുത്ത് പോയി നിൽക്കും. നിന്നെ നിന്റെ അമ്മ എൻ്റെ കൈ വെച്ചിരുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട്. നിന്നെ നല്ലൊരു പാർട്ട്ണറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിന്നെ നല്ലോണം നോക്കുന്ന നല്ലൊരാളെ കണ്ടുപിടിച്ച് അയാളുടെ അടുത്ത് നിന്നെ സേഫായിട്ട് ഹാപ്പിയായിട്ട് നിന്നെ വെക്കുന്നു. ആ വാക്ക് എനിക്ക് തെറ്റിക്കാനാവില്ല. ഇച്ച ഞാൻ ഏത് സേഫ് നിങ്ങളുടെ അടുത്താ? നിങ്ങൾ എന്നെ ഹാപ്പിയാക്കി വെക്കുന്നത്. യു ആർ മൈ ഹാപ്പി പ്ലേസ് ഇച്ച. എനിക്ക് പെർഫെക്റ്റ് ആയ പാർട്ട്ണറെ ഞാൻ കണ്ടുപിടിച്ചു. ആ ആളുടെ കൂടെ ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ആളോടെ ഞാൻ ചോദിക്കുന്നത് പ്ലീസ് ബി മൈൻ. എനിക്ക് പെർമിഷൻ തന്നോടെ ഇച്ച. നിങ്ങൾ എനിക്ക് വേറെ ആർക്കും വിട്ടുകൊടുക്കണ്ട ഇച്ച. എൻ്റെ മാത്രമായിട്ട് വേണം. എൻ്റെ അമ്മ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനെന്ന് ചോദിച്ചാൽ അമ്മ സമ്മതിക്കാനായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഹാപ്പി ആയിട്ട് വെക്കണം എന്നല്ലേ പറഞ്ഞു. ഇന്ന് എങ്ങനെ അടുത്ത് പോയാൽ ഞാൻ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല ഇച്ച. എന്നെക്കാളും എൻ്റെ ഇഷ്ടത്തെക്കാളും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത വാക്കാണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ എൻ്റെ കണ്ണെ നോക്കി പറ. ലൂക്ക, നിന്നെ എനിക്കിഷ്ടമില്ല, ഞാൻ ആ ശല്യപ്പെടുത്തരുന്നു. എന്നെ ലൂക്ക ഇങ്ങോട്ട് വരില്ല. എനിക്കിച്ച ഒന്നല്ലല്ലോ, വേണ്ടല്ലോ. ഞാൻ വലിയച്ചയുടെ അടുത്ത് നിന്നോളാം.
നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഞാനിവിടെ നിൽക്കില്ല. ലുക്ക, നിന്റെ കണ്ണ് നിറഞ്ഞു കാണുന്നത് എനിക്ക് സഹിക്കില്ല എന്ന് എനിക്കറിയില്ലേ. നിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെ നിന്റെ കണ്ണ് നിറയാതെയല്ലേടാ ഞാൻ നിന്നെ നോക്കി. നീ വാശി പിടിച്ച എന്തും ഞാൻ നിനക്ക് സാധിച്ചു തന്നിട്ടില്ലേ? ഇപ്പോൾ നീ എനിക്ക് വേണ്ടിയാണോ വാശി പിടിക്കുന്നത് ലൂക്ക? ഇച്ചെപ്പോഴും പറയാറുള്ള പോലെ ലൂക്ക വാശിക്കാരനാ. പക്ഷെ ഇത് കിട്ടൂല എന്നറിയുന്നുണ്ട്. ഒരുപാട് തവണ മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇച്ച. ഇത് ലാസ്റ്റ്. ഇനി ലൂക്ക ഒന്നും ചോദിക്കില്ല. ഇനി ഒന്നും ലൂക്കയ്ക്ക് വേണ്ട ഇച്ച. ഇച്ച മാത്രം മതി. എനിക്ക് അവസാനം വരെ ഇച്ച മാത്രം മതി. എനിക്ക് ലൂക്ക, ഇച്ച, can I live in mine forever? എൻ്റെ മാത്രമായിക്കോട്ടെ. നിന്റെ ബർത്ത്ഡേക്ക് ഇതുവരെ നീ ചോദിച്ച ഒരു ഗിഫ്റ്റിനും ചേക്കനോ പറഞ്ഞിട്ടില്ല. ഇതിനും ചേക്കനോ പറയില്ല. മേക്ക് മീ യോഴ്സ്. வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா முன் ஜென்களின் ஏக்கங்கள் தீரும். வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம். ലുക്ക, ലുക്ക. ലുക്ക, 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 പതിയെ. I can't control myself. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാനാവില്ല ഇച്ച. ഓരോ വട്ടം നിങ്ങളുടെ ചുണ്ടുകളെ കാണുമ്പോൾ എത്ര വട്ടം കൺട്രോൾ പോയിട്ടുണ്ടെന്നറിയാം എനിക്ക്. ഇതിനിങ്ങനെ അടുത്ത് വിട്ടാൽ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ. Don't tell me to control myself. This is the best birthday I have, Icha. ഈ birthday, ഈ gift, this is the best. ഇതിലൊക്കെ ഒരിക്കലും മറക്കില്ല. ஆடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்சினிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்கா என் ஜென்மங்களில் ஏக்கங்கள் தீரும். നീ എത്ര വൈകി? നിന്റെ ഒന്നും ശരിയാവാതെ. ജിക്ക് നീ എന്താ ഇവിടെ? അപ്പൊ അവിടെ അതായത്